പ്രിയന് ഗ്രാഫ് അങ്ങോട്ട് മാറി. പ്രിയനിങ്ങനെ ഒരുപക്ഷെ മലയാള സിനിമയിൽ നർമ്മത്തെ എടുത്തുകൊണ്ട് എന്നവർ അമ്മാനമാടി. പ്രിയൻ്റെ പ്രൊഫൈൽ അങ്ങ് മാറി, ഹൈ ഫ്ലൈയിങ് ആയി. പ്രിയൻ സക്സസിൻ്റെ ഒരു പരിച്ഛേദമായി പര്യായമാണ്. കണ്ണാടി നോക്കുമ്പോൾ പ്രിയന് തോന്നിയോ, ഇത് ഞാൻ പഴയ പ്രിയൻ തന്നെയാണോ? ജനൽ ചില്ലകളും കട്ടലയൊക്കെ മോട്ടിച്ച് വിറ്റിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന പഴയ പ്രിയനാണോ ഞാൻ? യെസ്, അത് തോന്നാനുള്ള കാരണമുണ്ട്. എനിക്ക് 3 പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ട്. കൈകൊണ്ടല്ല, ദൈവം. അതായത് 3 പ്രാവശ്യം എൻ്റെ കരിയറിൻ്റെ പീക്കിൽ എൻ്റെ കരിയർ താഴോട്ട് പോയിട്ടുണ്ട്. ആ 3 പ്രാവശ്യം താഴോട്ട് പോയത്, അതായത് എസ്പെഷ്യലി ആഫ്റ്റർ ചിത്രം, എനിക്ക് അമ്പാടി അങ്ങനെയുള്ള 2-3 സിനിമകൾ മോശമായിട്ട് മലയാളത്തിൽ ഒരു പ്രൊഡ്യൂസറും എന്നെ വിളിക്കാതിരുന്നൊരു സമയമുണ്ടായി. ആ സമയത്ത് ഭാഗ്യം രക്ഷിച്ചത് പക്ഷേ ഞാൻ തമിഴിലേക്കും തെലുങ്കിലേക്കും ഒക്കെ ഉള്ള സിനിമകൾ പോയിട്ട് 2-2.5 വർഷം, അതിനുശേഷം ഞാൻ തിരിച്ചു വന്ന സിനിമയാണ് കിലുക്കം. അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും അതുപോലെ തന്നെ ആദ്യത്തെ, അതായത് വിരാസത്ത, അങ്ങനെയുള്ള ഗർദിഷ് മുതലായ ഹിറ്റുകൾക്ക് ശേഷം എനിക്ക് ഒരു 4-5 സിനിമകൾ ഹിന്ദിയിൽ മോശമായിട്ട്, ഞാൻ ഓൾമോസ്റ്റ് ഹിന്ദി സിനിമയിൽ നിന്ന് പുറത്താവാനിരുന്ന സമയത്താണ് ഹംഗാമ, പൂച്ചിക്കൊരു മൂക്കുത്തി വീണ്ടും എന്നെ സഹായിച്ചത്. അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റുകൾ ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ ഒരു 3 പ്രാവശ്യം ജീവിതത്തിൽ എനിക്ക് നല്ല ആ 3 പ്രാവശ്യം കിട്ടിയ പ്രഹരം എനിക്കൊരു കാര്യം ഇല്ലാതാക്കി, അഹങ്കാരം. കാര്യം ഇത് ഇനിയും സംഭവിക്കാം, ഇതെപ്പോഴും സംഭവിക്കാം എന്നുള്ളത് എനിക്ക് അന്തസ്സായിട്ട് എല്ലാവരോടും പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ആരോടും പറയാനുണ്ട് 2 കാര്യങ്ങൾ എനിക്കില്ല. എനിക്ക് ശത്രുക്കളില്ല, എനിക്ക് അഹങ്കാരമില്ല. ഈ 2 കാര്യം ഞാൻ ഒരിക്കലും, ബാക്കി എന്ത് കുറവുകളും എനിക്കുണ്ട്, ഇത് 2 എനിക്കില്ല. ബോളിവുഡിലുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, അവരൊക്കെ 11 മണിക്കും 12 മണിക്കും ഷൂട്ട് ആരംഭിക്കുമ്പോൾ പ്രിയം വന്ന് രാവിലെ തുടങ്ങി. അങ്ങനെ ഒരു സംഭവമാണ് എനിക്കിത് അന്തസ്സായിട്ട് പറയാൻ പറ്റും. ബോളിവുഡിൽ ആദ്യമായിട്ടൊരു 7 o'clock ഷിഫ്റ്റ് അല്ലെങ്കിൽ 7 മണിക്ക് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നത്. അതായത് എനിക്കിപ്പം ഞാൻ ഈ നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് എനിക്കൊരു ദൂരദർശൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ കാഞ്ചീപുരത്തിന് കിട്ടിയ നാഷണൽ അവാർഡല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് സൽമാൻ ഖാനെയും ഗോവിന്ദയും 7 മണിക്ക് കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യിപ്പിച്ചാണ് ഒരു ഷെഡ്യൂൾ. അത് ഇന്ന് വരെ, ഇതിനു മുമ്പും ഇതിന് ശേഷമുള്ള ആർക്കും കഴിഞ്ഞിട്ടില്ല. അതെനിക്ക് ധൈര്യമായിട്ട് പറയാം. അവരാദ്യമായിട്ടായിരിക്കും സൂര്യോദയം കാണുന്നത്. തീർച്ചയായിട്ടും. അതെ, സൽമാൻ ഖാനൊക്കെ എങ്ങനെ സൂര്യോദയം കാണുന്ന പ്രശ്നമില്ല. എന്നോട് ആ സിനിമ തീർന്നു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇനി മേലിൽ എന്നെങ്കിലും എന്നെ വെച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 12 മണിക്ക് ഷൂട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നമ്മൾ സിനിമ ചെയ്താൽ. പക്ഷേ അത് അങ്ങനെ ചെയ്യിപ്പിച്ചത് അത് എന്തുകൊണ്ട് അവർ ചെയ്തു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ബട്ട് ഇറ്റ് കുഡ് ബി സം കൈൻഡ് ഓഫ് എ റെസ്പെക്ട് ഓർ ഫിയർ ഓർ എന്താണെന്ന് എനിക്കിപ്പോഴും തീർച്ചയില്ല. ബട്ട് എന്നെക്കൊണ്ടത് കഴിഞ്ഞു. പക്ഷെ ആ സിസ്റ്റം പിന്നീട് ബോളിവുഡ് ഫോളോ ചെയ്തു. ഞാനാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതെ, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.